നമ്മൾക്ക് ഇന്ന് എസ് ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എസ് ബ്ലോക്ക് എലമെന്റ്സ് ആൽക്കലൈ മെറ്റൽസ് ഗ്രൂപ്പ് 1 എലമെന്റ്സ്, പിന്നെ ആൽക്കലൈ എർത്ത് മെറ്റൽസ് ഗ്രൂപ്പ് 2 എലമെന്റ്സ്. ഇത് രണ്ടുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഉള്ളത്. ഫസ്റ്റ് നമ്മൾക്ക് ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. The group 1 elements have ns1 electronic configuration and are highly reactive metal. ഇപ്പൊ ഗ്രൂപ്പ് 1 എലമെന്റ്സ് പറയുന്നത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns1 ആയിരിക്കും. അതായത് അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ മാത്രമേ ഉണ്ടാവൂ. അതുപോലെ തന്നെ അവർ ഹൈ റിയാക്റ്റീവ് മെറ്റൽസ് കൂടിയാണ്. അവരാണ് നമ്മൾ ആൽക്കലൈ മെറ്റൽസ് ഗ്രൂപ്പ് 1 എലമെന്റ്സ് എന്ന് പറയുന്നത്. ആരെല്ലാമാണ്? ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. അതിന്റെ സിമ്പിൾസ്, അറ്റോമിക് നമ്പർ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം നോട്ട് ചെയ്യാം. ഇവിടെ കാണാം എല്ലാ മെറ്റലിന്റെ കേസിലും ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1 S1 എന്നതിനാണ് ഉള്ളത്. നെക്സ്റ്റ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലൈ മെറ്റൽസ്. അറ്റോമിക് സൈസ് നോക്കുകയാണെങ്കിൽ ലാർജസ്റ്റ് ഇൻ ദ റെസ്പെക്റ്റീവ് പീരിയഡ്. അവരുടെ റെസ്പെക്റ്റീവ് പീരിയഡിൽ അവർ ഏറ്റവും ലാർജസ്റ്റ് ആണ്. പക്ഷെ സൈസ് ഇൻക്രീസസ് ഫ്രം ലിഥിയം ടു സീഷ്യം. ലിഥിയം മുതൽ സീഷ്യം വരുമ്പോൾ അവരുടെ സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് കാണാം. അതായത് ഒരു ഗ്രൂപ്പിലേക്ക് പോകുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്ത് വരും. ഇപ്പൊ ലിഥിയത്തിനാണ് ഏറ്റവും ചെറിയ സൈസ്, സീഷ്യത്തിനാണ് ഏറ്റവും വലിയ സൈസ്. അതാണ് അവിടെ കൊടുത്തത്. ലിഥിയം ലെസ് ദാൻ സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. ഏറ്റവും ചെറിയ ആൾക്കാര് ലിഥിയം, ഏറ്റവും വലുത് സീഷ്യം. ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ അതിന്റെ സൈസ് കൂടി വരുന്നതായിട്ട് കാണും. പിന്നെ ഈ കമ്പാരിസൺ ഓഫ് അറ്റോമിക് സൈസ് ഓഫ് ഗ്രൂപ്പ് 1 and 2 അതിൽ സൈസ് ഒക്കെ മനസ്സിലാവും. ഇവിടെ പീരിയഡിൽ പോവാണെങ്കിൽ സൈസ് കുറഞ്ഞു വരുന്നു. ഇപ്പൊ ലിഥിയത്തിനാണ് കൂടുതൽ സൈസ്, ബെർലത്തിനാണ് കുറവ്. എന്നാൽ ഗ്രൂപ്പ് ആണെങ്കിലോ, ഗ്രൂപ്പ് ആവുമ്പോൾ മേലെ താഴോട്ടേക്ക് സൈസ് കൂടി വരുന്നതായിട്ട് കാണും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ദ ഗ്രൂപ്പ് 1 എലമെന്റ്സ് എക്സിബിറ്റ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഇവരെല്ലാവരും +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. അയണൈസേഷൻ എനർജി നോക്കുകയാണെങ്കിൽ the value of first ionization energy for atom in these groups are lower. ഇവര് ഫസ്റ്റ് ionization energy എന്ന് പറയുന്നത് എപ്പോഴും കുറവാണ്. ഇപ്പൊ ലിഥിയത്തിലാണ് ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. ഇനി സെക്കൻഡ് ionization energy എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്, ഹൈ ആണ്. എന്തുകൊണ്ടാണ്? സെക്കൻഡ് ionization energy വരുമ്പോൾ അവർ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രോൺ ലൂസ് ചെയ്ത് അവർക്ക് എന്ത് സംഭവിക്കും? അവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഒക്ടറ്റ് ആവും. അതായത് ഇനേർട്ട് ഗ്യാസിന്റെ, നോബിൾ ഗ്യാസിന്റെ അതേ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അവർക്ക് സെക്കൻഡ് അയോണൈസേഷൻ എനർജിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അയോണൈസേഷൻ എനർജി ആൽക്കലൈ മെറ്റലിന് വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ കേസ് നോക്കുകയാണെങ്കിലും ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം ആൻഡ് സീഷ്യം. നെക്സ്റ്റ് ഡെൻസിറ്റി നോക്കുകയാണെങ്കിൽ ആൽക്കലൈ മെറ്റൽസ് ഹാവ് എ ലാർജർ സൈസ് വിച്ച് അക്കൗണ്ട്സ് ഫോർ ദർ ലോ ഡെൻസിറ്റി. അവരുടെ സൈസ് ലാർജർ ആണ്, അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഇനി അറ്റോമിക് മാസ് ഇൻക്രീസസ് ഫ്രം ലിഥിയം ടു സീഷ്യം. അറ്റോമിക് മാസ് നമുക്കറിയാം ലിഥിയം മുതൽ സീഷ്യം വരെ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പിലാവുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് വോളിയം ഓൾസോ ഇൻക്രീസസ്. വോളിയം ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ അറ്റോമിക് വെയിറ്റ് ഈസ് മോർ ദാൻ ഇൻക്രീസിങ് വോളിയം. ഈ അറ്റോമിക് മാസും വോളിയം രണ്ടും ഇൻക്രീസ് ചെയ്യുന്നത്, പക്ഷേ അറ്റോമിക് മാസിന്റെ ഇൻക്രീസ് ആണ് വോളിയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. ലിഥിയം ടു സീഷ്യം ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാ? അറ്റോമിക് മാസും അറ്റോമിക് വോളിയം രണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസ് ആണ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി വോളിയത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ഓർഡർ നോക്കാം. ലിഥിയം, പൊട്ടാഷ്യം, സോഡിയം, റുബീഡിയം, സീഷ്യം. ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ സീഷ്യാണ്. ഏറ്റവും കുറവാണ് ലിഥിയത്തിന്റെ കേസിൽ ഡെൻസിറ്റി. നെക്സ്റ്റ് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കലൈ മെറ്റൽ എന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ ഡ്യൂ ടു വീക്ക് ഇന്റർ അറ്റോമിക് ബോണ്ട്സ്. ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ, ആറ്റംസിന് ഇടയിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ വീക്ക് ആണ്. അതുകൊണ്ട് തന്നെ അവർ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ലോ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വീക്ക് ഇന്റർ അറ്റോമിക് ഇന്ററാക്ഷൻ വരുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരുടെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. അതുപോലെ തന്നെ അവരുടെ വാലൻസ് ഇലക്ട്രോൺ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. ലിഥിയം ആണെങ്കിൽ അതിന്റെ കേസിൽ 1 ആണ്, 1 NS1 അങ്ങനെ. ഇപ്പൊ എല്ലാവരുടെ കേസിലും NS1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പൊ വലിയ ആൾക്കാർക്ക് എന്ത് സംഭവിക്കും? അവർ ഇലക്ട്രോൺസ് ഡിസ്റ്റൻസ് ആയിട്ട് ഉണ്ടാവാം. അതുകൊണ്ട് ആ ഇലക്ട്രോൺസ് തമ്മിലുള്ള ആറ്റംസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ വീക്ക് ആയതുകൊണ്ട് അവർ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ആൽക്കലൈ മെറ്റൽസിന് ജനറലി ലോ ആയിട്ട് കാണാം. നെക്സ്റ്റ് ഇലക്ട്രോപോസിറ്റിവിറ്റി ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ അയോണൈസേഷൻ എനർജി ആയിട്ട് നോക്കുമ്പോൾ
ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൽക്കലൈൻ മെറ്റൽസ് ഹാവ് ടെൻഡൻസി ടു ലൂസ് ഇലക്ട്രോൺ. ആൽക്കലൈൻ മെറ്റലിൽ എപ്പോഴും എന്ത് ടെൻഡൻസി ഉണ്ടാവാന്? ഇലക്ട്രോൺ ലൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകാൻ. അപ്പോൾ എം ഗിവ്സ് എം പ്ലസ് പ്ലസ് ഇലക്ട്രോൺ എന്ന കേസാണ് ഇവിടെ വരാം. കണ്ടക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ലൂസ്ലി ഹെൽഡ് വാലൻസ് ഇലക്ട്രോൺ വിച്ച് ആർ ഫ്രീ ടു മൂവ് ഇൻ എ മെറ്റൽ സ്ട്രക്ചർ, ദീസ് എലമെന്റ്സ് ആർ ഗുഡ് കണ്ടക്ടർ. നമ്മളെ മെറ്റൽസ് എല്ലാം നമുക്കറിയാം, മെറ്റൽസ് ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ഇലക്ട്രിസിറ്റിയാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ലൂസ്ലി ഹെൽഡ് ആയിട്ട് ഒരു വാലൻസ് ഇലക്ട്രോണ് അവർ പുറത്തുണ്ട്. അപ്പൊ ആ ഫ്രീ ഇലക്ട്രോൺ ഉള്ള കാരണം അവർ ആ ഇലക്ട്രോൺ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും മെറ്റൽ സ്ട്രക്ചറിൽ. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ഇലക്ട്രിസിറ്റി ആണ്. നെക്സ്റ്റ് നാച്ചർ ഓഫ് ബോൺസ് നോക്കുകയാണെങ്കിൽ the electronegative values being low, they combine with other elements to form ionic bond. ഇലക്ട്രോനെഗറ്റിവിറ്റി നാച്ചർ എന്ന് പറയുന്നത് വളരെ കുറവാണ് ഇവരുടെ കേസിൽ. അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യും? അയോണിക് ബോണ്ട് ഫോം ചെയ്യും. ഇലക്ട്രോനെഗറ്റിവിറ്റി നാച്ചർ അല്ലെങ്കിൽ അവർ അയോണിക് ആണെന്നാണ് അർത്ഥം. അയോണിക് ബോണ്ട് ആണ് ജനറലി അവർ ഫോം ചെയ്ത ബോണ്ടിന്റെ നാച്ചർ എന്ന് പറയുന്നത്. ഇനി ഫ്ലെയിം ടെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് their salts gives characteristics color to Bunsen flame. നമ്മൾ ബൺസൺ ഫ്ലെയിം ടെസ്റ്റില് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്തുണ്ട്? അവരുടെ സാൾട്സ് ഒരു കാരക്ടറിസ്റ്റിക്സ് കളർ കാണിക്കുക. നമ്മളത് ലാബിലൊക്കെ ചെയ്ത കാര്യമാണ്. ബൈ ഫ്ലെയിം എനർജി, എന്തുകൊണ്ടാണത്? ഫ്ലെയിം എനർജി കാരണം ഔട്ടർ മോസ്റ്റ് ലെയറിലുള്ള ഇലക്ട്രോൺ എന്ത് ചെയ്യും? എക്സൈറ്റ് ചെയ്യും. അങ്ങനെ എക്സൈറ്റ് ചെയ്ത് ആ ഇലക്ട്രോണെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? എങ്ങനെ തിരിച്ചു വരാം? എക്സൈറ്റ് ചെയ്ത ഒരാള് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വരണമെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യണം. അപ്പൊ ആ എനർജി റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എവിടെയാണ്? വിസിബിൾ ലൈറ്റിലാണ് ഉള്ളത്. ആ വിസിബിൾ ലൈറ്റിലുള്ള കാരണം അവർ എന്തെങ്കിലും ഒരു കളർ കാണിക്കും. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റിൽ പോസിബിൾ ആണ് ഈ മെറ്റൽസിലും. അപ്പൊ ദ എനർജി റിലീസഡ് ഈസ് മിനിമം. ഇങ്ങനെ റിലീസ് ചെയ്യുന്ന എനർജി വളരെ മിനിമം എനർജിയാണ്. ഇൻ ദ കേസ് ഓഫ് Li പ്ലസ് ആൻഡ് ഇൻക്രീസസ് ഇൻ ഓർഡർ. അപ്പോൾ Li പ്ലസിന്റെ കേസിൽ എനർജി റിലീസ് ചെയ്തത് മിനിമം ആണ്. പിന്നെ ഇതൊരു ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുന്നത് Li പ്ലസ് Na പ്ലസ് K പ്ലസ് Rb പ്ലസ് CS പ്ലസ്. അപ്പം ആ എലമെന്റ്സിന്റെ കളർ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്കറിയാം ക്രിംസൺ റെഡ് ആണ്. സോഡിയം ആണെങ്കിൽ ഗോൾഡൻ യെല്ലോ കാണിക്കും. പൊട്ടാഷ്യം ആണെങ്കിൽ വയലറ്റ്, റുബിഡ് ആണെങ്കിൽ റെഡ് വയലറ്റ്, സീഷ ആണെങ്കിൽ ബ്ലൂ. അതാണ് ഒരു ചാർട്ട് അവിടെ കൊടുത്തത്. നെക്സ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുകയാണെങ്കിൽ ടെൻഡൻസി ടു അട്രാക്ട് എലമെന്റ്സ് ഈസ് ലോ ആസ് ദ ആൽക്കലൈൻ മെറ്റൽസ് ആർ ഇലക്ട്രോപോസിറ്റീവ്. ഇവർക്ക് ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടറാണ്. ഒരു എലമെന്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് എന്ന് പറയുന്നതാണ് ഈ ആൽക്കലൈൻ മെറ്റൽസിനുള്ളത്. അതുകൊണ്ട് ഇലക്ട്രോപോസിറ്റീവ് ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ലിഥിയം മുതൽ സീഷ്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാം? ഡിക്രീസ് ചെയ്തിട്ട് കാണാം. എന്തുകൊണ്ടാണ്? അവർക്ക് ഇലക്ട്രോ പോസിറ്റിവിറ്റി ക്യാരക്ടറാണ് ഉള്ളത്. അവർക്ക് മെറ്റൽസിനെ അട്രാക്ട് ചെയ്യാനുള്ള ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇതിൽ മുതൽ സീഷ്യം വരെ നമുക്ക് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് സ്പെസിഫിക് ഹീറ്റ്. സ്പെസിഫിക് ഹീറ്റ് വാല്യൂ ആണെങ്കിൽ ലിഥിയം മുതൽ സീഷ്യം വരെ ഡിക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ. ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറയുന്നത് ലിഥിയം ടു സീഷ്യം മുതൽ ഡിക്രീസ് ചെയ്തിട്ട് കാണാം. പിന്നെ ഹൈഡ്രേഷൻ ഓഫ് അയോൺസ്. അയോൺസ് ആർ ഹെവിലി ഹൈഡ്രേറ്റഡ്. ഒരു അയോൺസ് പറയുന്നത് നല്ലായി ഹെവി ആയിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും. സ്മോളർ ദ സൈസ് ഓഫ് ദ അയോൺ ഗ്രേറ്റർ ദി ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ. അപ്പൊ ഏതൊരു അയോണിനാണോ സൈസ് കുറവ് ആ അയോണിന്റെ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ദസ് ദ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ഡൗൺ ദ ഗ്രൂപ്പിൽ പോകുമ്പോൾ ഡിഗ്രി ഓഫ് ഹൈഡ്രേഷൻ കുറഞ്ഞു വരുന്നത് കാണും. കാരണം എന്താ? ലിഥിയം ടു സീഷ്യം നോക്കുകയാണെങ്കിൽ ലിഥിയത്തിലാണ് ചെറിയ സൈസ്. അപ്പൊ ചെറിയ സൈസുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഹെവിലി ഹൈഡ്രേറ്റ് ചെയ്യും. സീഷ്യത്തിന് വലിയ സൈസ് ആണ്, അതുകൊണ്ട് ലെസ് ആയിട്ട് മാത്രമേ ഹൈഡ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഗ്രൂപ്പിലേക്ക് താഴോട്ടേക്ക് വരുമ്പോൾ ഡിക്രീസിങ് ഓർഡറിലാണ് ഹൈഡ്രേഷൻ സംഭവിക്കുന്നത്. Thus, with increasing the hydration, electrical conductivity increases. അപ്പൊ ഈ ഹൈഡ്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് സംഭവിക്കും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യും. നെക്സ്റ്റ് ലാറ്റിസ് എനർജി. ലാറ്റിസ് എനർജി സാൾട്സ് ഓഫ് ആൽക്കലൈൻ മെറ്റൽസ്. ഈ ആൽക്കലൈൻ മെറ്റൽസിന്റെ സാൾട്സ് എന്ന് പറയുന്നത് of salts of metal having count decreases on ascending down the group. ഗ്രൂപ്പ് താഴോട്ട് പോകുന്ന സമയത്ത് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത് ഈ സാൾട്ട് ഓഫ് ആൽക്കലൈൻ മെറ്റലിന്റെ ഡിക്രീസ് ചെയ്യുന്നതായിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നോക്കുകയാണെങ്കിൽ പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം അവരെല്ലാം എന്താണ് നമുക്കറിയാം? അവരുടെ സൈസ് എന്ന് പറയുന്നത് വളരെ വലിയ സൈസിലുള്ള ആൾക്കാരാണ്. അപ്പൊ ആ വലിയ സൈസ് കാരണം അവർ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് ലോ ആണ്. നമുക്കറിയാം സൈസ് അയോണൈസേഷൻ എനർജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് വലിയ അറ്റോമിക് സൈസ് ഉള്ളത് കൊണ്ട് പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യത്തിന്റെ അയോണൈസേഷൻ എനർജി വളരെ ലോ ആണ്. അപ്പൊ ഡ്യൂ ടു ദിസ് വെരി ലോ അയോണൈസേഷൻ എനർജി their valence shell electron get excited even by absorbing visible light. അപ്പൊ ഈ വലിയ
ചെറിയ രീതിയിലുള്ള അയോണൈസേഷൻ എനർജി കാരണം അവരുടെ വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ചെറിയൊരു വിസിബിൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്താൽ പോലും എക്സൈറ്റേഷൻ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ സീഷ്യത്തിനൊക്കെ ഫോട്ടോ ഇലക്ട്രിക് സെൽസ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം ഇവരുടെ ഹൈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. റെഡ്യൂസിങ് ക്യാരക്ടർ ഒക്കെ ആണെങ്കിൽ ആൽക്കലൈൻ മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് റെഡ്യൂസിങ് ഏജൻസ് ആണ്. റെഡ്യൂസിങ് ക്യാരക്ടർ ഡിക്രീസസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പും താഴേക്ക് വരുമ്പോൾ അത് റെഡ്യൂസിങ് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്തിട്ട് പോകും. പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലൈൻ മെറ്റൽ നോക്കുകയാണെങ്കിൽ എന്താണ്, വെരി സോഫ്റ്റ് ആണ്. ആൽക്കലൈൻ മെറ്റൽസ് ക്യാൻ ബി ഈസിലി കട്ട് വിത്ത് നൈഫ്, നമുക്ക് നൈഫിനോട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. എമോങ് ഓൾ ആൽക്കലൈൻ മെറ്റൽസ് ലിഥിയം ഈസ് ഹാർഡസ്റ്റ്. അപ്പൊ ഏറ്റവും കുറച്ചും ഹാർഡ് ആയിട്ടുള്ളത് ലിഥിയം മാത്രമാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1 ആണ്, അവർ ബാലൻസ്ഡ് ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. പിന്നെ അറ്റോമിക് സൈസ് ആണെങ്കിൽ സൈസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഡ്യൂ ടു ആഡഡ് എക്സ്ട്രാ ഓർബിറ്റ്. ഓരോ ഓർബിറ്റിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മൾ താഴോട്ടേക്ക് വരുമ്പോൾ സൈസ് ഇൻക്രീസ് ചെയ്യും. ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഏബിൾ ടു റിമൂവ് ആൻ ഇലക്ട്രോൺ. ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്ന് പറയുന്നതും ഗ്രൂപ്പും താഴോട്ടേക്ക് വരും ഇൻക്രീസ് ആയിട്ട് കാണും. ഓൾറെഡി പറഞ്ഞു സീഷ്യത്തിനാണ് ഹൈ ഇലക്ട്രോ പോസിറ്റിവിറ്റി ക്യാരക്ടർ ഉള്ളത്. പിന്നെ ആൽക്കലൈൻ മെറ്റൽ എന്ത് ചെയ്യും, സ്റ്റോർഡ് ഇൻ കെറോസില സ്റ്റോർ ചെയ്യുക. എന്തുകൊണ്ടാ, ആൽക്കലൈൻ മെറ്റൽ റിയാക്ട് വിത്ത് എയർ, പെട്ടെന്ന് തന്നെ എയർ ആയിട്ട് റിയാക്ട് ചെയ്യാൻ ടെൻഡൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ റിയാക്ട് ചെയ്ത് അവരെന്ത് ചെയ്യുക, അതിന്റെ ഓക്സൈഡ്സ് ഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അവര് കെറോസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ റിയാക്ട്സ് വിത്ത് വാട്ടർ, ദേ റിയാക്ട്സ് വയലന്റ്ലി വിത്ത് വാട്ടർ ആൻഡ് ഫോം ഹൈഡ്രോക്സൈഡ്. വാട്ടർ വെച്ച് നല്ല രീതിയിൽ അവർ റിയാക്ട് ചെയ്യും, അങ്ങനെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. ഡോണ്ട് ഈവൻ ഡാർ ടു ഗോ നിയർ വെൻ സീഷ്യം റിയാക്ട്സ് വിത്ത് വാട്ടർ. ലിഥിയം ആണെങ്കിൽ ആന്റി ഡിപ്രസൻ ബാറ്ററീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോഡിയം ആണെങ്കിൽ നമ്മൾ സ്ട്രീറ്റ് ലാംപ്സ്, സാൾട്ട്, ഇതൊക്കെ നമ്മൾ സോഡിയം എന്ന് പറയും. സാൾട്ട് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. പിന്നെ പൊട്ടാഷ്യം നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യും. സീഷ്യ ആണെങ്കിൽ നമ്മൾ അറ്റോമിക് ക്ലോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റിയാക്ട്സ് വിത്ത് അമോണിയ ഒക്കെ ആണെങ്കിൽ ഓൺ ഡിസോൾവിംഗ് അമോണിയ ഇറ്റ് ഫോംസ് അമോണിയ കാറ്റോൺ ആൻഡ് ഇലക്ട്രോൺസ് ആൻഡ് സൊല്യൂഷൻ ടേൺസ് ബ്ലൂ. അമോണിയ റിയാക്ട് ചെയ്താൽ അമോണിയ കാറ്റോൺസും ഇലക്ട്രോൺസും ഫോം ചെയ്യും, അങ്ങനെ ആ സൊല്യൂഷൻ ബ്ലൂ കളറാവും. അതിന്റെ ആ ഒരു ഇക്വേഷൻ അവിടെ കൊടുത്തത്. നെക്സ്റ്റ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ കുറച്ച് റിയാക്ഷൻസ് നോക്കാം. ഹൈഡ്രോക്സൈഡ്സ് ആർ സ്ട്രോങ്ങസ്റ്റ് ബേസ് നോട്ട്. ഇവരുടെ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് വളരെയധികം സ്ട്രോങ്ങസ്റ്റ് ആണ്. 2m+2h2 ചെയ്ത് എന്ത് സംഭവിക്കും, 2MOH ഫോം ചെയ്യും, NOH അങ്ങനെ ഫോം ചെയ്യും. പിന്നെ മോണോക്സൈഡ് ഫോംഡ് ബൈ ലിഥിയം ആൻഡ് ടു സ്മോൾ എക്സ്റ്റെന്റ് ബൈ സോഡിയം. അപ്പൊ മോണോക്സൈഡ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ലിഥിയം ആണ് മോണോക്സൈഡ് ഫോം ചെയ്യുക, സോഡിയം ചെറിയ എക്സ്റ്റെന്റിലൊക്കെ ഫോം ചെയ്യും. പിന്നെ Na ആൻഡ് സ്മോൾ എക്സ്റ്റെന്റ് ബൈ ലിഥിയം ഫോം ദർ പെറോക്സൈഡ് അയോൺ. അപ്പൊ Na എന്ത് ചെയ്യും, അതുപോലെ തന്നെ കുറച്ച് രീതിയിൽ ലിഥിയവും പെറോക്സൈഡ് അയോൺ ഫോം ചെയ്യും. പിന്നെ K+O2 gives KO2. സൂപ്പർ ഓക്സൈഡ്സ് നമ്മളെ പൊട്ടാഷ്യം, റിബീഡിയം, സീഷ്യം ഒക്കെ സൂപ്പർ ഓക്സൈഡ് ഫോം ചെയ്യും. പിന്നെ അയോണിക് സാൾട്ട്സ് ലൈക്ക് ഹൈഡ്രൈഡ്സ്, പിന്നെ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ നൈട്രേറ്റ് ഫോംഡ് ഓൺലി ബൈ ലിഥിയം, നമ്മൾ ലിഥിയം മാത്രമേ നൈട്രേറ്റ് ഫോം ചെയ്യുന്നുള്ളൂ. പിന്നെ ഓൾ മെറ്റൽസ് ഫോം സൾഫൈഡ്സ്, എല്ലാ മെറ്റൽസും സൾഫൈഡ്സ് ഫോം ചെയ്യും, M2S എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ ഓൾ ദി മെറ്റൽസ് ഫോം ഹാലൈഡ്സ്, എല്ലാവരും ഹാലൈഡ്സ് ഫോം ചെയ്യുന്നുണ്ട്, MX എന്നുള്ള രീതിയിൽ. പിന്നെ ഓൾ ദി മെറ്റൽസ് ഫോംസ് അമൈഡ്സ്, അമൈഡ്സ് എല്ലാ മെറ്റൽസും ഫോം ചെയ്യും, MnH3 NH2 എന്നുള്ള ഫോമിൽ അമൈഡ് ഫോം ചെയ്യും. റിയാക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ദീസ് എലമെന്റ്സ് ആർ വെരി റിയാക്റ്റീവ്, സോ ഡു നോട്ട് ഫൗണ്ട് ഇൻ ദ സ്റ്റേറ്റ് ഇൻ നാച്ചർ. ഫ്രീ സ്റ്റേറ്റ് നമുക്ക് ഒരിക്കലും നാച്ചർ ഇവരെ കാണാൻ പറ്റില്ല. കാരണം എന്താ, ഇവരെ നല്ല റിയാക്റ്റീവ് ആണ്, ഏതെങ്കിലും കോമ്പൗണ്ട് എപ്പോഴും റിയാക്ട് ചെയ്തിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പൊ റിയാക്ടിവിറ്റി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു അയോണൈസേഷൻ പൊട്ടൻഷ്യൽ ആണ്. റിയാക്ടിവിറ്റി എന്തായിരിക്കും, ലിഥിയത്തിന് കുറവ്, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ള റിയാക്ട് ഉള്ളത്, കാരണം അത് അയോണൈസേഷൻ പൊട്ടൻഷ്യൽ കുറവാണ്. ആൻഡ് ദേ ഹാവ് ലോ വാല്യൂസ് ഓഫ് അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എനർജി കുറവായത് കൊണ്ട് തന്നെ റെഡിലി ലൂസ് ദെയർ വാലൻസ് ഇലക്ട്രോൺസ്, വാലൻസ് ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ ലൂസ് ചെയ്യും, അങ്ങനെ M+ അയോൺ ആയിട്ട് ഫോം ചെയ്യും. ആൻഡ് ദേ ഹാവ് എ ലോ ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ ആൻഡ് ഈസിലി കം ഇൻ ടു വാപ്പറൈസ്ഡ് ഫോം. ഹീറ്റ് ഓഫ് അറ്റോമൈസേഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, വാപ്പറൈസ്ഡ് ഫോമിലേക്ക് പെട്ടെന്ന് പോകും. പിന്നെ ദേ ഹാവ് ഹയർ ഹീറ്റ്സ് ഓഫ് ഹൈഡ്രേഷൻ, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. Reactivity towards air. Alkyl metals gets tarnished in air due to the formation of oxides at their surface as they are kept kerosene or paraffin wax. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആൽക്കലൈൻ മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്, എയറായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും, അതുകൊണ്ട് തന്നെ നമ്മൾ കെറോസിലും പാരാഫിൻ വാക്സിലും ഒക്കെയാണ് ഇവരെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൽക്കലൈൻ മെറ്റൽസ് when reacts with moist air forms carbonates. എന്നാൽ ഇവർ മോയിസ്റ്റ് എയർ ആയിട്ട് റിയാക്ട് ചെയ്താൽ കാർബണൈറ്റ്സ് ഫോം ചെയ്യും. അപ്പം
2Na plus O2 gives 2Na2 oxides. This Na2O plus H2O which gives NaOH. Na2NaOH plus CO2 carbon dioxide react ചെയ്താൽ എന്ത് സംഭവിക്കും? Carbon ions form into CO3 plus H2O and react towards oxygen. മറ്റേ ആൽക്കലൈൻ മെറ്റൽസ് ഓക്സൈഡ് റിയാക്ട് ചെയ്താൽ ഓക്സൈഡ് ഫോം ചെയ്യും. പിന്നെ വാട്ടർ റിയാക്ട് ചെയ്താൽ ഹൈഡ്രോക്സൈഡ്, പിന്നെ CO2 റിയാക്ട് ചെയ്താൽ M2CO3 കാർബണേറ്റ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഈ ഓക്സൈഡ് വീണ്ടും ഓക്സൈഡ് റിയാക്ട് ചെയ്താൽ അതൊരു ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്സൈഡ് അയോൺ. A normal oxide, monoxide, 4Na plus O2 gives 2Na2O. പിന്നെ പെറോക്സൈഡ്സ് എന്ന് പറയുന്നത് 2Na plus O2 which gives Na2O2. അതാണ് പെറോക്സൈഡ്സ്. സൂപ്പർ ഓക്സൈഡ്സ് ആണെങ്കിലോ സൂപ്പർ ഓക്സൈഡ്സ് ആർ അയോണിക് ഓക്സൈഡ് ഓഫ് M plus O2 minus. That is M plus O2 gives MO2. അപ്പോൾ ഇതാണ് സൂപ്പർ ഓക്സൈഡ്സ് ഫോം ചെയ്തത് നമ്മുടെ പൊട്ടാഷ്യം, റുബീഡിയം, സീഷൊക്കെയാണ്. അതിന്റെ ഒരു ഫോർമുല ഓർമ്മിച്ചേക്കാം. പെറോക്സൈഡ്സിന് എങ്ങനെയാണ്, സൂപ്പർ ഓക്സൈഡ്സിന് എങ്ങനെയാണ്, നോർമൽ ഓക്സൈഡ്സിന് എങ്ങനെയാണ്. സൂപ്പർ ഓക്സൈഡ്സ് ആർ സ്ട്രോങ്ങർ ഓക്സിഡൈസിങ് ഏജൻസ് ദാൻ പെറോക്സൈഡ്സ്. നമ്മുടെ സൂപ്പർ ഓക്സൈഡ്സ് എന്താണ്, നമ്മുടെ പെറോക്സൈഡിനെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. The stability of the superoxide in the order. Stability എന്ന് പറയുന്നത് KO2 less than RbO2 less than CSO2. ഇനി സ്റ്റെബിലിറ്റി ഓഫ് ഓക്സൈഡ്സ് നോക്കുകയാണെങ്കിൽ നോർമൽ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ ഉണ്ടാവാന്. പിന്നെ പെറോക്സൈഡ് ഏറ്റവും ലീസ്റ്റ് സ്റ്റേബിൾ സൂപ്പർ ഓക്സൈഡ് ആണ്. റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ നോക്കുകയാണെങ്കിൽ ആൽക്കലൈൻ മെറ്റൽസ് കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ ഫോമിംഗ് അയോണിക് ഹൈഡ്രേറ്റ്സ്. ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് അവർ അയോണിക് ഹൈഡ്രേറ്റ്സ് ആണ് ഫോം ചെയ്യുക. 2M plus H2 gives 2MH. Hydrates of all alkaline metals are attracted by water to give back hydrogen. അപ്പൊ എല്ലാ ഹൈഡ്രേറ്റ്സും വാട്ടർ റിയാക്ട് ചെയ്ത് സംഭവിക്കും, പിന്നെ ഹൈഡ്രജനെ ബ്രിങ് ബാക്ക് ചെയ്യും, എന്നിട്ട് അതിന്റെ ഹൈഡ്രോക്സൈഡ്സ് ആയിട്ട് ഫോം ചെയ്യും. തെർമൽ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ലിഥിയം ഹൈഡ്രൈഡാണ് ഏറ്റവും കൂടുതൽ, പിന്നെ NaH, പിന്നെ പൊട്ടാഷ്യം, റുബീഡിയം, സീഷ്യം. സീഷ്യത്തിന് ലീസ്റ്റ് തെർമൽ സ്റ്റെബിലിറ്റി ഉള്ളത്. ബേസിക് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ വരാം, സീഷ്യം ഹൈഡ്രോക്സൈഡ് കൂടുതൽ. അപ്പൊ ഈ ഒരു ഓർഡേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാം. തെർമൽ സ്റ്റെബിലിറ്റി, ബേസിക് പ്രോപ്പർട്ടി, കണ്ടക്ടിവിറ്റി, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗിൽ വെച്ച് മുന്നോട്ട് പോയാൽ തന്നെ എസ് ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് ഈസിയായി പഠിക്കാം. നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് വാട്ടർ നോക്കുകയാണെങ്കിൽ ആൽക്കലൈൻ മെറ്റൽസ് റിയാക്ട് വിഗറസ്ലി വിത്ത് വാട്ടർ ഫോമിംഗ് ഹൈഡ്രോക്സൈഡ്സ്. ഇത് ലിബറേഷൻ ഓഫ് ഹൈഡ്രജൻ. അത് ഓർമ്മിക്കുക, വാട്ടർ റിയാക്ട് ചെയ്ത് എപ്പോഴും ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യും, ബാക്കി അതിനെ ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. Li gives least reactive towards water. Na ആണെങ്കിലോ റിയാക്ട് വിഗറസ്ലി ആയിട്ട് വാട്ടർ റിയാക്ട് ചെയ്യും. പൊട്ടാഷ്യം ആണെങ്കിൽ റിയാക്ട്സ് പ്രൊഡ്യൂസിങ് എ ഫ്ലെയിം ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ റുബീഡിയം, സീഷ്യം ആണെങ്കിൽ റിയാക്ട്സ് എക്സ്പ്ലോസ് ആയിട്ട് റിയാക്ട് ചെയ്യും. മോണോക്സൈഡ്സ് give stronger alkaline solution with water. Reaction of dilute acids due to alkaline nature. These metals react rapidly with dilute acids and the rate of reaction increases from lithium to cesium. ഇപ്പൊ ആസിഡ്സ് ആയിട്ട് ആൽക്കലൈൻ നാച്ചർ ഉള്ളത് കൊണ്ട് തന്നെ മെറ്റൽസ് എന്ത് ചെയ്യും, റാപ്പിഡ് ആയിട്ട് ഡൈലൂട്ട് ആസിഡ് റിയാക്ട് ചെയ്യും. ഇപ്പൊ ലിഥിയം ടു സീഷ്യം നോക്കുകയാണെങ്കിൽ ഈ റേറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തിട്ട് കാണാം, ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് ബേസിക് ക്യാരക്ടർ. കാരണം ലിഥിയം ടു സീഷ്യം പോകുമ്പോൾ ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്ന, ഒരു സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഒരു ബേസിക് ക്യാരക്ടർ ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആൽക്കലൈൻ നാച്ചർ ഉള്ളത് കൊണ്ട് അവർ ആസിഡ്സും ആയിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. സീഷ്യത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. Carbonates and bicarbonates. Small size and strong polarization of lithium distorts electron cloud of the nearby oxygen atom of the large CO3 2 minus to such an extent and that the CO bond gets weakened. അപ്പൊ ഈ ലിഥിയത്തിന് സ്മോൾ സൈസ് ആണ്, അതുപോലെ തന്നെ സ്ട്രോങ് പോളറൈസേഷൻ ആണ്. സൈസ് കുറവായതുകൊണ്ട് തന്നെ പോളറൈസേഷൻ കൂടുതലാണ്. അതെന്ത് ചെയ്യും, ഓക്സിജന്റെ അടുത്തുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റോർട്ട് ചെയ്യും. ആൻഡ് ടു സച്ച് ദാറ്റ് an extent and the CO bond gets weakened. അത് കാരണം CO ബോണ്ട് പെട്ടെന്ന് തന്നെ വീക്ക് ആവും. അപ്പൊ എന്ത് ഫോം ചെയ്യും, CO3 give Li2O plus CO2. And replacement of the larger carbonates ion by smaller ion leads to increased lattice energy. ഇങ്ങനെ ലാർജർ കാർബൺ ആയിട്ട് സ്മോളർ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും, അവിടെ ലാറ്റിസ് എനർജി ഇൻക്രീസ് ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഡീകമ്പോസിഷൻ ഫേവർ ചെയ്യും. അത് കാരണം M2CO3 ഡീകമ്പോസ് ചെയ്ത് M2O plus CO2. ഇനി ഹാലൈഡ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവർ ഓൾ ദ മെറ്റൽസ് ഇൻ ദിസ് ഗ്രൂപ്പ് ഫോംസ് ഹാലൈഡ്സ്. എല്ലാവരും ഹാലൈഡ്സ് ഫോം ചെയ്യും. La plus ആണ് എന്ത് സ്മോളസ്റ്റ് among alkaline metals. It would be expected to form
hydrated salts and more readily than other metals. ഇപ്പൊ La പ്ലസ് എന്ത് ചെയ്യും? ഹൈഡ്രേറ്റഡ് സാൾട്സ് ആണ് അധികമായിട്ട് ഫോം ചെയ്യാൻ. പിന്നെ പ്രോപ്പർട്ടീസ് നോക്കുകയാണെങ്കിൽ as evident from their following properties, alkali metal halides are ideal ionic compounds. All alkali halides except lithium fluoride are freely soluble in water. അപ്പോൾ എല്ലാ ഹാലൈഡ് കോമ്പൗണ്ട്സും വാട്ടറിൽ സൊല്യൂബിൾ ആണ്, പക്ഷെ ലിഥിയം ഫ്ലൂറൈഡ് സൊല്യൂബിൾ അല്ല. കാരണം എന്താ? ലിഥിയം ഫ്ലൂറൈഡ് നോൺ പോളർ സോൾവൻസിൽ മാത്രമേ സൊല്യൂബിൾ ആവുകയുള്ളൂ. അതുപോലെ എല്ലാവർക്കും ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഉണ്ട്. For the same alkali metal, the melting and boiling point decreases regularly in the order. Same alkali metals-ന്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് എങ്ങനെ ഡിക്രീസ് എന്ന് വെച്ചാൽ ഫ്ലൂറൈഡിനെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ, അയോഡൈഡിനാണ് ഏറ്റവും കുറവുള്ളത്. പിന്നെ അതൊരു ചാർട്ട് നോക്കാം. മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എത്രയാണ്, പിന്നെ മെറ്റൽ ഓക്സൈഡ്സ് ആണെങ്കിൽ അവരെങ്ങനെ ഫോം ചെയ്യുക, La2, Na2, K2, Rb2, C2, ആ ഒരു പാറ്റേൺ ഒക്കെ നോക്കാം. പിന്നെ അവർ മെൽറ്റിംഗ് പോയിന്റ്സ് 2 ഡിഗ്രി സെൽഷ്യസ് ജസ്റ്റ് വായിച്ചു നോക്കാം, അത് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലി മെറ്റൽസ് നോക്കുകയാണെങ്കിൽ സിൽവർ ലൈക്ക് ലസ്റ്റർ ആണ്, ഹൈ ഡക്റ്റിലിറ്റി ഉണ്ട്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, ഹൈ മാലബിലിറ്റി, പിന്നെ എക്സലന്റ് കണ്ടക്ടർ ഫോർ ഇലക്ട്രിസിറ്റി, കാരണം അവർക്കെല്ലാം ഫ്രീ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. എക്സലന്റ് കണ്ടക്ടർ ആണ്. ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും നമുക്കറിയാം എല്ലാവർക്കും 1 valence electrons ഉണ്ട്. Electric group 1 metals increases down the group as the outer electron gets further from the nucleus and become easier to remove. പിന്നെ സോഡിയം എന്ന് പറയുന്നത് ഓരോ എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ സോഡിയത്തിന് ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ സോഡിയം ഓറസ് പറയാം. അതുപോലെ തന്നെ അത് ചൈൽഡ്സ് സാൾട്ട്പേറ്റ് NaNO3 അങ്ങനെ വിളിക്കും. അത് NaCl നമ്മൾ റോക്ക് സാൾട്ട് സാധാ ഉപ്പ്. പിന്നെ വേറെ ഗ്ലോബൽ സാൾട്ട് എന്ന് പറയുന്നത് അത് Na2SO4 10H2. പിന്നെ സോഡിയത്തിന് എക്സ്ട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ സോഡിയം ഇസ് ഒബ്റ്റൈൻഡ് ഓൺ ലാർജ് സ്കെയിൽ ബൈ 2 പ്രോസസ്. നമുക്ക് സോഡിയത്തിന് 2 രീതിയിൽ നമുക്ക് സോഡിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്യാം. ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് കാസ്നിയസ് പ്രോസസ്. ഇൻ ദിസ് പ്രോസസ് electrolysis of fused NaOH is carried out at 330 degrees Celsius using iron as cathode and nickel as anode. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ കാസ്നിയസ് പ്രോസസ് നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മള് ഇലക്ട്രോളിസ് ആണ് ചെയ്യുന്നത്. ഫ്യൂസ്ഡ് NaOHന് ഇലക്ട്രോളിസ് ആണ് ചെയ്യുന്നത്. അതൊരു 330 ഡിഗ്രി സെൽഷ്യസിലാണ് ചെയ്യുന്നത്. അയൺ ആണ് നമ്മൾ കാഥോഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നിക്കൽ നമ്മൾ ആനോഡായി യൂസ് ചെയ്യും. അങ്ങനെ നമ്മൾ ഇലക്ട്രോളിസ് നടത്തിയിട്ടാണ് ഈ നമ്മൾ സോഡിയത്തിനെ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. 2 NaOH gives 2 Na++, 2 OH-. കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 Na++, 2 ഇലക്ട്രോൺ gives 2 Na. ആനോഡിൽ നോക്കുകയാണെങ്കിലോ OH- ഡിസോസിയേറ്റഡ് 2H2O+, O2+, 4 ഇലക്ട്രോൺസ് ഫോം ചെയ്യും. During electrolysis, O2 and H2O are produced. അപ്പോൾ ഇലക്ട്രോണിക് സമയത്ത് എന്തെല്ലാം പ്രൊഡ്യൂസ് ചെയ്തു? O2ഉം NH2ഉം പ്രൊഡ്യൂസ് ചെയ്തു. H2O formed at the anode gets partly evaporated and is partly broken down and H2 is discharged at cathode. ഈ ഫോം ചെയ്ത H2 എന്നത് നമ്മൾ വെറുതെ ഇരിക്കില്ല. അവരെന്ത് ചെയ്യും? ആനോഡിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്ത് പോകും. ഒരു പാർട്ടിൽ ഇവാപറേറ്റ് ചെയ്യും, പാർട്ടിൽ എന്ത് ചെയ്യും? ബ്രോക്കൺ ചെയ്യും. അങ്ങനെ ബ്രോക്കൺ ചെയ്തിട്ട് H2 എന്ത് ചെയ്യും? കാഥോഡിൽ ഡിസ്ചാർജ് ചെയ്യും. H2O gives H++, OH- അങ്ങനെ ഫോം ചെയ്യും. അപ്പൊ കാഥോഡിൽ എന്തായിരിക്കും ഉണ്ടാവുക? കാഥോഡിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? 2H++, 2 ഇലക്ട്രോൺസ് gives 2H gives ഹൈഡ്രജൻ. അങ്ങനെ സോഡിയത്തിന്റെ എക്സ്ട്രാക്ഷൻ അവിടെ നടക്കും. ഇനി വേറൊരു മെത്തേഡാണ് എന്ത്? ഡോൺസ് പ്രോസസ് എന്ന് പറയുന്നത്. It involves the electrolysis of fused NaCl. ഇവിടെയും electrolysis of fused NaCl ആണ്, പക്ഷെ ഉപയോഗിക്കുന്നത് CaCl2 and KF ആണ് യൂസ് ചെയ്യുന്നത്. യൂസിങ് അയോൺ ആസ് കാഥോഡ് ആൻഡ് ഗ്രാഫൈറ്റ് ആസ് ആനോഡ്. ഇവിടെ അയോൺ ആണ് കാഥോഡ്, ഗ്രാഫൈറ്റ് ആണ് ആനോഡ്. ആൻഡ് ടെമ്പറേച്ചർ എന്നത് അബൌട്ട് 600 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ആണ്. അപ്പൊ അതിന്റെ ഒരു സെറ്റപ്പ് ആണ് നോക്കുന്നത്. ഇവിടെ Cl2 ഗ്യാസ് NaCl പാസ് ചെയ്യും. പിന്നെ മോൾട്ടൺ NaCl and CaCl2 സൊല്യൂഷൻ ഉണ്ട്. മോൾട്ടൺ Na കാഥോഡിലെ റിയാക്ഷൻ ഇവിടെയാണ് കാഥോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് 2 Na++, 2 ഇലക്ട്രോൺ gives 2 Na. ഇനി ആനോഡ് നോക്കുകയാണെങ്കിൽ Cl- ആണ് ആനോഡ് ഉണ്ടാകാൻ 2Cl- gives Cl2++, 2 ഇലക്ട്രോൺസ്. റിയാക്ഷൻ NaCl gives Na++, Cl-. കാഥോഡിൽ എന്തായിരിക്കും? സ്വാഭാവികമായും Na റിയാക്ഷൻ ഉണ്ടാകുക. Na 2 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്ത് 2 Na ഫോം ചെയ്യും. ആനോഡിലെ റിയാക്ഷൻ ആണെങ്കിൽ 2Cl- അത് ലിബറേറ്റ് ചെയ്തിട്ട് 2Cl2, C2++, 2 ഇലക്ട്രോൺ. ഈ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ആനോഡിൽ ഇലക്ട്രോൺ ലിബറേറ്റ് ചെയ്യും.
കാഥോഡ് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും. നമ്മൾ പണ്ടേ പഠിക്കുന്ന സംഭവമാണല്ലോ. പിന്നെ എന്നെ ഒബ്റ്റൈൻഡ് ബൈ ദിസ് മെത്തേഡ് ഇസ് 99.5% പ്യുവർ. ഈ ഒരു പ്രോസസ്സിൽ കിട്ടുന്നത് നല്ല പ്യുവർ ആയ എണ്ണയാണ്. ആൻഡ് ദ ഫ്യൂഷൻ ടെമ്പറേച്ചർ ഓഫ് NaCl ഈസ് ഹൈ. ഫ്യൂഷൻ ടെമ്പറേച്ചറും ഹൈ ആണ്. അബൌട്ട് 803 ഡിഗ്രി സെൽഷ്യസോളം ഉണ്ട്. പക്ഷെ നമുക്ക് ഇത് മൈൻഡ് ചെയ്യേണ്ടത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. പിന്നെ സോഡിയം ഈസ് വോളറ്റൈൽ അറ്റ് ദിസ് ടെമ്പറേച്ചർ ആൻഡ് ദെർഫോർ എ പാർട്ട് ഈസ് വാപ്പറൈസ്ഡ് ഇൻ ഫോം മെറ്റാലിക് ഫോം. അപ്പൊ ഈ സോഡിയം എന്ന് പറയുന്നത് ഭയങ്കര വോളറ്റൈൽ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടെമ്പറേച്ചറിൽ ഒരു പകുതിയോളം സോഡിയം എന്ത് സംഭവിക്കും, വാപ്പറൈസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാപ്പറൈസ് ചെയ്ത് ഫോം ചെയ്ത് അവിടെ മെറ്റാലിക് ഫോഗ് ഉണ്ടാകും. At this temperature, the products of the electrolysis, sodium and chlorine, are corrosive and may attack the material of the cell. ഈ ഇവിടെ കിട്ടുന്ന പ്രൊഡക്ട്സ് പറയുന്നത് സോഡിയം ക്ലോറിൻ ആണ്. ഈ രണ്ട് ആൾക്കാരും എന്താണ്, കൊറോസീവ് ആണ്. കൊറോഷൻ നടക്കുന്ന കാരണം നമ്മുടെ സെല്ലിന്റെ മെറ്റീരിയലും അവർ അറ്റാക്ക് ചെയ്തിട്ട് അവർക്കും ഡാമേജ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിഫിക്കൽട്ടീസ് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ആണ്, അവർ ടെമ്പറേച്ചറിൽ എന്ത് വോളറ്റൈൽ ആകും. അങ്ങനെ വോളറ്റൈൽ ചെയ്തിട്ട് പകുതിയോളം വാപ്പറൈസ് ചെയ്തിട്ട് മെറ്റാലിക് ഫോഗ് ഫോം ചെയ്യും. പിന്നെ ഡിഫിക്കൽട്ടി ആണ് എന്ത്, അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറിനുമാണ്. രണ്ടും കൊറോഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ലുള്ള മെറ്റീരിയലിനെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് കാരണം എന്ത് ചെയ്യുന്നുണ്ട്, പ്യൂർ സോഡിയം ക്ലോറൈഡ് ഈസ് മിക്സഡ് വിത്ത് കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് പൊട്ടാഷ്യം ക്ലോറൈഡ്. നമ്മൾ പ്യൂർ സോഡിയം ക്ലോറൈഡിനാണ് കാൽഷ്യം ക്ലോറൈഡിനോടും അതുപോലെ പൊട്ടാഷ്യം ഫ്ലോറൈഡിനോടും കൂടെ മിക്സ് ചെയ്യുന്നത്. അപ്പൊ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റിക് സോഡയാണ് വേറൊരു സാധനം. പിന്നെ മെത്തേഡ്സ് ഓഫ് ഇൻവോൾവിംഗ് സോഡിയം കാർബണേറ്റ് ആസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. കോസ്റ്റീസിയം പ്രോസസ്. കോസ്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത് Na2CO3 പ്ലസ് CaO2 സോഡിയം കാർബണേറ്റും കാൽഷ്യം ഹൈഡ്രോക്സൈഡും കൂടിയിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇതാണ് കോസ്റ്റീസിയം പ്രോസസ് എന്ന് പറയുന്നത്. ആൻഡ് മെത്തേഡ്സ് ഇൻവോൾവിംഗ് സോഡിയം ക്ലോറൈഡ് ആസ് എ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. പിന്നെ ഇലക്ട്രോലൈറ്റിക് പ്രോസസ് ഉണ്ട്. ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് NaCl ഇലക്ട്രോളിസിസ് 2NaCl plus 2H2O electricity which gives 2NaOH plus H2 plus Cl2. അപ്പൊ ഇങ്ങനെയും സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ 4 മെത്തേഡ്സ് ആർ യൂസ് ഇൻ ഇലക്ട്രോളിസിസ് ഓഫ് NaCl. നമ്മൾ ഇലക്ട്രോളിസിന് NaCl വേണ്ടിയിട്ട് നമ്മൾ 4 മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് പറയുന്നത് പോറസ് ഡയഫ്രം പ്രോസസ് അല്ലെങ്കിൽ നെൽസൺ സർക്ക് പ്രോസസ് എന്നും പറയും. പിന്നെ കാസ്നർ കെല്ലർ പ്രോസസ്, സോൾവറി കെല്ലർ പ്രോസസ്, ഡയഫ്രം സർക്ക്. ഫസ്റ്റ് പോറസ് ഡയഫ്രം പ്രോസസ് അല്ലെങ്കിൽ നെൽസൺ സെൽ പ്രോസസ് നോക്കുകയാണെങ്കിൽ നെൽസൺ സെൽ കൺസിസ്റ്റ് ഓഫ് എ പെർഫറേറ്റഡ് സ്റ്റീൽ ട്യൂബ്. ഇവിടെ ഒരു പെർഫറേറ്റഡ് സ്റ്റീൽ ട്യൂബ് ഉണ്ടാവും. അവിടെ ലൈനിന്റെ ഇൻസൈഡ് വിത്ത് ആസ്പെറ്റോസ് വെച്ചിട്ട് ഉള്ളിൽ ലൈൻ ചെയ്തിട്ടുണ്ട്. ദ ട്യൂബ് ആക്ട് ആസ് എ കാഥോഡ്. ഈ ട്യൂബ് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ കാഥോഡ് റിയാക്ഷൻ Na++Cl-. ആ ഒരു സെറ്റപ്പ് നോക്കാം. ഡയോഡിന്റെ സൊല്യൂഷൻ താഴേക്ക് പാസ് ചെയ്യും. പിന്നെ അയോൺ കാഥോഡ് എന്താ നോക്കാം. പിന്നെ ഗ്രാഫൈറ്റ് ആണ് ഇവിടെ ആനോഡ്. മെർക്കുറി കാഥോഡ് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. അമാൽഗം ആനോഡ് ഫോം ചെയ്യുന്നുണ്ട്, അതിന് പോസിറ്റീവ് ആണ്. പിന്നെ ഇവിടെ ഒരു വീൽ ഉണ്ട് കറക്കാൻ വേണ്ടി. പിന്നെ ഔട്ട്ലെറ്റ് ഫോർ NaOH, സ്റ്റേറ്റ് പാർട്ടീഷൻ. കാഥോഡ് റിയാക്ഷൻ എന്തായിരിക്കും, കാഥോഡിൽ 2H2O plus 2 ഇലക്ട്രോൺ ഗിവ്സ് H2 plus 2H-. അതുപോലെ Na++OH- ഗിവ്സ് NaOH. ആനോഡ് ലോക്ക് ആണെങ്കിൽ 2Cl- എന്ത് ചെയ്യും, ഇലക്ട്രോൺസ് ലിബറേറ്റ് ചെയ്യും. Cl2 plus 2 ഇലക്ട്രോൺ ആകും. ആ ഒരു എക്സ്പെരിമെന്റ് സെറ്റപ്പ് നോക്കാം. The sodium containing NaOH and NaCl as impurity is taken out and evaporated to dryness. അപ്പൊ ഈ NaOH NaCl എന്തുണ്ട്, ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്, അത് പുറത്തേക്ക് എടുത്തിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് ട്രൈ ചെയ്ത്. നെക്സ്റ്റ് ആണ് കാസ്നർ കെല്ലർ സെൽസ്. അത് നോക്കുകയാണെങ്കിൽ ആനോഡിലെ റിയാക്ഷൻ എന്ന് പറയുന്നത് 2Cl- gives 2Cl plus 2 ഇലക്ട്രോൺ give Cl2. കാഥോഡിലാണെങ്കിൽ Na++ ഇലക്ട്രോൺ gives Na. പിന്നെ Na+ എന്ത് ചെയ്യും, HCH റിയാക്ട് ചെയ്തിട്ട് അമാൽഗം ഫോം ചെയ്യും. Sodium amalgam thus formed comes in the inner compartment due to rocking. റോക്കിംഗ് കാരണം തന്നെ ഈ സോഡിയം അമാൽഗം, ഉള്ളി ഫോം സോഡിയം അമാൽഗം എന്ന് പറയുന്നത് ഇന്നർ കമ്പാർട്ട്മെന്റിലേക്ക് വരും. ഏത് സോഡിയം അമാൽഗം ആക്ടേഴ്സ് ആനോഡ്, അങ്ങനെ സോഡിയം അമാൽഗം ആനോഡ് അറ്റാക്ക് ചെയ്യും. ആൻഡ് അയോൺ ആക്ടേഴ്സ് കാഥോഡ്, അയോൺ റോഡ് കാഥോഡ് അറ്റാക്ക് ചെയ്യും. അപ്പൊ ആനോഡിൽ എന്തായിരിക്കും റിയാക്ഷൻ, സോഡിയം അമാൽഗം which gives Na++ Hg+ ഇലക്ട്രോൺ. കാഥോഡിലാണെങ്കിൽ 2H2O plus 2 ഇലക്ട്രോൺ give 2H- plus H2. The concentrated solution of sodium hydroxide is taken out from inner compartment and evaporated to dryness to get solid NaOH. Concentrated solution of sodium hydroxide എന്ത് ചെയ്യുക, പുറത്തേക്ക് എടുക്കുക. ഇന്നർ കമ്പാർട്ട്മെന്റ് എന്നിട്ട് എന്ത് ചെയ്യുക, ഇവാപ്പറേറ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള NaOH കിട്ടും. നെക്സ്റ്റ് പ്രോസസ് സോൾവറി കെല്ലർ പ്രോസസ്. ആനോഡിലെ റിയാക്ഷൻ 2Cl- gives Cl2 plus 2 ഇലക്ട്രോൺ.
കാഥോഡ് ആണെങ്കിൽ 2Na plus 2Hg plus 2 electron gives 2NHC sodium amalgam form ചെയ്യും. The amalgam flows out in a vessel containing water and the sodium hydroxide is formed with evaporation of hydrogen. അപ്പോൾ 2NHC plus 2H2 gives 2NaOH plus 2Hg plus H2. പിന്നെ the compound from when CO2 and H2 react with Na2CO3. അപ്പൊ Na2CO3 കാർബൺ ഡയോക്സൈഡും വാട്ടറും റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് കിട്ടും. അതായത് Na2CO3 plus CO2 plus H2 gives 2NaHCO3. സോഡിയം ഹൈഡ്രോജൻ കാർബണേറ്റ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ലാസ്റ്റിലാണ് ഡയഫ്രം സെൽ. ഡയഫ്രം സെൽ നോക്കുകയാണെങ്കിൽ മോസ്റ്റ് മോഡേൺ മെത്തേഡ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫ്രം ബ്രൈൻ. ഇപ്പൊ അക്വ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതിന് നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയാം. ബ്രൈൻ സൊല്യൂഷനിൽ നിന്ന് നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് പ്രൊഡക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് ഇത്. അവിടെ നമ്മൾ ഡയഫ്രം സെല്ലാണ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഡയഫ്രം സെൽ എന്ന പേര് വന്നത്. കണ്ടെയ്നിങ് സ്റ്റീൽ ആൻഡ് ടൈറ്റാനിയം ഇലക്ട്രോൺസ്. ഈ ഡയഫ്രം സെൽ എന്ന് പറയുന്നതാണ് അവിടെ സ്റ്റീൽ ഇലക്ട്രോൺസും അതുപോലെ ടൈറ്റാനിയം ഇലക്ട്രോൺസും ഉണ്ട്. സെപ്പറേറ്റഡ് ബൈ പോറസ് ഡയഫ്രം ടു ഐസൊലേറ്റ് ദ പ്രൊഡക്ട്സ്. അവ രണ്ടും ഒരു പോറസ് ഡയഫ്രം വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ 2NaCO plus 2H2 gives 2NaOH plus Cl2 plus H2. നെക്സ്റ്റ് അബ്നോർമൽ ബിഹേവിയർ ഓഫ് ലിഥിയം. എന്തുകൊണ്ട് ലിഥിയം മാത്രം അബ്നോർമൽ ബിഹേവിയർ കാണിക്കുന്നു നോക്കാം. ദ ലിഥിയം ബീങ് ദ ഫസ്റ്റ് മെമ്പർ ഓഫ് ആൽക്കലൈ ഗ്രൂപ്പ്. നമുക്കറിയാം ആൽക്കലൈ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് ലിഥിയം ആണ്. എക്സിബിറ്റ് ദ കാറ്റൈപ്പ് പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കലൈ മെറ്റൽസ് ബട്ട് ഇറ്റ് ഡിഫർ അറ്റ് ദ സെയിം ടൈം ബൈ റെസ്പെക്ട് ഓഫ് ദം. എല്ലാ മെറ്റലിനെയും പോലെ എല്ലാവരുടെ പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ലിഥിയത്തിനുണ്ട്. ആ ഫസ്റ്റ് മെമ്പറായ ലിഥിയത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എന്താണ് റീസൺസ് ഈ അബ്നോർമൽ ബിഹേവിയർ ലിഥിയം കാണിക്കാനുള്ള റീസൺസ് എന്താണെന്ന് നോക്കാം. അവർ ഈ മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യൂ, വൈൽ അതേഴ്സ് ഫോം പെറോക്സൈഡ് ആൻഡ് സൂപ്പർ ഓക്സൈഡ്. ബാക്കി എല്ലാ ആൾക്കാരും സൂപ്പർ ഓക്സൈഡ്സും പെറോക്സൈഡും ഫോം ചെയ്യുന്ന സമയത്ത് ലിഥിയം എന്ന് പറയുന്നത് സ്മോൾ സൈസ് ആയതുകൊണ്ട് മോണോക്സൈഡ് മാത്രമേ ഫോം ചെയ്യൂ. Li reacts with nitrogen to form Li3N. Li നൈട്രജൻ റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? Li3N ഫോം ചെയ്യും. പക്ഷെ ബാക്കിയുള്ള മെറ്റൽസ് ഒന്നും നൈട്രജൻ റിയാക്ട് ചെയ്യൂല. അതുപോലെ തന്നെ Li2CO3 ഡീകമ്പോസ് ചെയ്താല് Li2O plus CO2 പുറത്തേക്ക് വിടും. ബാക്കി കാർബണേറ്റ്സ് ഒന്നും എന്ത് ചെയ്യില്ല, CO2 പുറത്തേക്ക് വിടില്ല. LOH എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസ് ആണ്. അതുപോലെ തന്നെ ഡീകമ്പോസ് ഓൺ ഹീറ്റിംഗ് ആൻഡ് അതർ ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റേബിൾ ആണ്. The salts of Li എന്ന് പറയുന്നത് which is insoluble in water but that of other alkali metals are soluble. LiNO3 on heating which evolves NO2 and O2. Other nitrates gives only oxygen. ബാക്കി nitrates oxygen മാത്രമേ പുറത്തുവിടും. പിന്നെ ഡൈജറൈസേഷൻ ബിറ്റ്വീൻ Li and Mg. ബോത്ത് ഹാർഡ് ആൻഡ് ഡക്റ്റൈൽ മെറ്റൽ രണ്ടാളും Li ഡയഗണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അത് കാരണം രണ്ടുപേരും ഹാർഡ് ആൻഡ് ഡക്റ്റൈൽ മെറ്റൽ ആണ്. പിന്നെ LiOH and MgOH അത് രണ്ട് വീക്ക് ബേസ് ആണ്. പിന്നെ nitrates of both on heating evolve NO2 and O2. LiCO3 doesn't exist in solid state. Solid state നമ്മുടെ LiCO3 എക്സിസ്റ്റ് ചെയ്യൂല. പിന്നെ both react nitrogen to form nitride. Li നൈട്രജൻ റിയാക്ട് ചെയ്താൽ Li3N ഫോം ചെയ്യും. അതുപോലെ തന്നെ Mg3N2 മാഗ്നീഷ്യം ഫോം ചെയ്യും.